നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോഴേ മിസ്നമേഴ്സ് കേൾക്കാറുണ്ട്. മിസ്നമേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ഒളിപ്രയോഗങ്ങളാണ്, പലപ്പോഴും ദുസൂചനകളാണ്. ഏതായാലും ദുസൂചനകളല്ലാത്ത ചില ഹിഡൻ മീനിങ് ഉണ്ട്. അങ്ങനെ ഹിഡൻ മീനിങ് ഉള്ള ചില പ്രയോഗങ്ങളാണ് നമ്മളിവിടുന്ന് കാണാൻ പോകുന്നത്. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പ്രയോഗം ബാഡ് എഗ്. ബാഡ് എഗ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ചീഞ്ഞ മുട്ടയാണെന്നാണ് ചിലർ ധരിക്കുന്നത്. അല്ല, ചീഞ്ഞ മുട്ടയല്ലത്. ബാഡ് എഗ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യരെയാണ് ബാഡ് എഗ് എന്ന് പറഞ്ഞത്. വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യരാണ്. ചീഞ്ഞ മുട്ടയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് റോട്ടൺ എഗ് എന്നാണ്. റോട്ടൺ എഗ്. അതുപോലെ ബീഫ് കേക്ക് എന്നൊരു പ്രയോഗമുണ്ട്. ബീഫ് കേക്ക്. ഇത് ബീഫ് കൊണ്ടുള്ള കേക്കല്ല, അങ്ങനെ ധരിക്കരുത്. മറിച്ച് മസിലും പെരുപ്പിച്ച് ശരീര സൗന്ദര്യം കാണിച്ച് പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പുരുഷരൂപത്തിൻ്റെ പേരാണ് ബീഫ് കേക്ക്. ബീഫ് കേക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബീഫ് ഈറ്റർ. ബീഫ് ഈറ്റർ എന്നൊക്കെ പറയാറുണ്ട്. സ്ഥിരമായിട്ട് ബീഫ് കഴിക്കുന്ന ആളല്ല. സ്ഥിരമായിട്ട് ബീഫ് കഴിക്കുന്ന ആളിനെയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ലണ്ടൻ ടവറിലെ കാവൽക്കാരനാണ് കക്ഷി. ലണ്ടൻ ടവറിലെ കാവൽക്കാരനാണ് ഈ ബീഫ് ഈറ്റർ. ഒരു ഹിഡൻ മീനിങ് ആണ്. ക്യാബേജ് ടൗൺ എന്ന് കേട്ടിട്ടുണ്ടോ? ക്യാബേജ് ടൗൺ എന്ന് പറഞ്ഞാൽ ക്യാബേജ് ഉൽപ്പാദിപ്പിക്കുന്ന ടൗൺ എന്നല്ല അർത്ഥം. ടൗണിലെ ചേരി പ്രദേശമാണ്, സ്ലം ഏരിയ. ടൗണിലെ സ്ലം ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ക്യാബേജ് ടൗൺ. കാറ്റ്സ് വിസ്കേഴ്സ്. കാറ്റ്സ് വിസ്കേഴ്സ് എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ വിസ്കേഴ്സ് എന്നല്ല എൻ്റെ അർത്ഥം. പിന്നെന്താ? സ്വയം വലിയവനാണെന്ന് മേനി നടിച്ച് നടക്കുന്ന പുങ്കൻ, ഊതി വീർപ്പിച്ച് നടക്കുന്ന പുങ്കനെയാണ് കാറ്റ്സ് വിസ്കേഴ്സ്. അല്ല, പൂച്ചയുടെ കൃതാവെന്നല്ല എൻ്റെ അർത്ഥം. ഡോഗ് നാപ്പ്. ഡോഗ് നാപ്പ്. DOGNAP. പൂച്ച മയക്കമല്ലത്. പൂച്ചയുടെ മയക്കം. നാപ്പ് എന്ന് പറഞ്ഞാൽ മയക്കമാണല്ലോ. ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നാപ്പാണ്. അപ്പോൾ പൂച്ചയുടെ ഉച്ചമയക്കമൊന്നും അല്ലത്. പിന്നെന്താ? പട്ടിയെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന കക്ഷിയായത്. പട്ടിയെ മോഷ്ടിക്കാൻ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. പട്ടിയെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കക്ഷിക്ക് പറയുന്ന പേരാണ് ഡോഗ് നാപ്പ്. ഡച്ച് വൈഫ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡച്ചുകാരിയായ ഭാര്യയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് കിടക്കയിൽ കാലുയർത്തി വെക്കുന്നതിനുള്ള തടി കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. എങ്ങനെയിരിക്കുന്നു പ്രയോഗം? ഡച്ച് വൈഫ്. ഈസ്റ്റർ എഗ് എന്ന് കേട്ടോ? എല്ലാവരും കേട്ടോ ഈസ്റ്റർ എഗ് എന്ന് പറഞ്ഞു. ഇത് മുട്ടയല്ല. മുട്ടയുടെ ഷേപ്പിലുള്ള ഈസ്റ്ററിന് കൊടുക്കുന്ന ഒരു ചോക്ലേറ്റാണ്, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ചോക്ലേറ്റാണ്. ഈസ്റ്റർ സമ്മാനം ആയിട്ട് കൊടുക്കുന്ന മുട്ടയുടെ ഷേപ്പുള്ള ഒരു ചോക്ലേറ്റാണ് ഈസ്റ്റർ എഗ്. അതുപോലെ ഫോക്സീവിൾ. ഫോക്സീവിൾ ഇവിടെ മീനിയ കഷണ്ടിയാണ്. കഷണ്ടി. മുടികൊഴിച്ചിലിനും ഫോക്സീവിൾ എന്ന് പറയും. അതുപോലെ ഫ്രഞ്ച് ലീവ്. അതൊരു മനോഹരമായ ഇഡിയമാറ്റിക് ഫ്രേസായിട്ട് ഉപയോഗിക്കും. ഫ്രഞ്ച് ലീവ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരെടുക്കുന്ന അവധി എന്നല്ല, അൺഓതറൈസ്ഡ് ലീവാണ്. അനധികൃത അവധി എടുക്കലാണ്. അനധികൃത അവധിയാണ്. മേലുദ്യോഗസ്ഥനൊന്നും അറിയില്ല, സ്വയം അവധി പ്രഖ്യാപിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ ചില ആളുകൾ ഫ്രഞ്ച് ലീവ് ഓഫീസിലൊക്കെ നടക്കാറുണ്ട്, സ്കൂളുകളിലൊക്കെ ഉണ്ട്. ഫ്രഞ്ച് ലീവ് എടുക്കുന്ന പുള്ളികളാണ്.
ഡിസിപ്ലിൻ്റെ വലിയ ലംഘനമാണ് അത്. ഗോസ്റ്റ് റൈറ്റർ പ്രേതകഥ എഴുതുന്ന ആളല്ല. കോട്ടയം പുഷ്പനാഥനെ പോലുള്ള ആളല്ല. പിന്നാരാ? എഴുത്തുകാരനേ അല്ല. പിന്നാരാ? കൂലിക്ക് എഴുതുന്നവരാണ്. കൂലി എഴുത്തുകാരനാണ്. പെയ്ഡ് റൈറ്ററാണ്. കാശ് കൊടുക്കുക കൂലിക്ക് എഴുതുന്ന ആളിനെയാണ് ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഹെഡ്ജ് റൈറ്റർ എന്ന പ്രയോഗമുണ്ട്. ഹെഡ്ജ് റൈറ്റർ ഇയാൾ വളരെ തരംതാണ എഴുത്തുകാരനാണ്. തരംതാണ നീച ഗ്രന്ഥകാരൻ്റെ പേരാണ് ഹെഡ്ജ് റൈറ്റർ. അതുപോലെ തന്നെ ഇന്ത്യൻ ഗിവർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ഗിവർ എന്ന് പറഞ്ഞാൽ കൊടുത്ത സമ്മാനം തിരിച്ചു വാങ്ങുന്ന കക്ഷിയാണ്. സമ്മാനം കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുമ്പോഴാണ് ഒരാൾ ഇന്ത്യൻ ഗിവർ ആകുന്നത്. അതിൽ ഇന്ത്യൻ ഇങ്ക് എന്ന് പറഞ്ഞാൽ ചൈനക്കാർ നിർമ്മിച്ച ഒരിനം കറുത്ത മഷിയാണ്. ഒരു ക്രെഡിറ്റ് ഇന്ത്യക്കാണ്. ലേഡി ബേർഡ് എന്ന് പറഞ്ഞാൽ കിളിയല്ല, ഒരു കിളിയുമല്ല. അത് ലേഡിയുമല്ല കിളിയുമല്ല. പിന്നെന്തുവാ? ഒരിനം ചെറു വണ്ടാണ്. ഒരു ചെറിയ തരത്തിലുള്ള വണ്ടിൻ്റെ പേരാണത്. ലോട്ടസ് ഈറ്റർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? വളരെ ലേസിയാ കക്ഷിയാണ്. അലസ ജീവിതം നയിക്കുന്ന ആളുകളാണ് ലോട്ടസ് ഈറ്റർ. ആൽഫ്രഡ് ലോ ടെന്നീസിന് മനോഹരമായൊരു കവിതയുണ്ട്, ലോട്ടസ് ഈറ്റേഴ്സ്. ഒരു പണിയും അവർ ചെയ്യത്തില്ല, അലസ ജീവിതം നയിക്കുകയാണ്. ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് കഴിയുകയാണ്, ഒരു ജോലിയും ചെയ്യാതെ. ലോട്ടസ് ഈറ്റേഴ്സ് ധാരാളമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ടോഡെന്ന് പറഞ്ഞാൽ മരത്തവളയാണ്. മരത്തവളയെ തിന്നുന്നവരല്ല ടോഡീറ്റർ. പിന്നെ ആരാ? ഫ്ലാറ്ററാണ്, മുഖസ്തുതിക്കാരനാണ്, പാദസേവകനാണ്, ചെരുപ്പ് കഴുകുന്നവനാണ്, ചെരുപ്പ് നക്കിയാണ്. മുഖസ്തുതിക്കാരൻ, കാര്യം കാണാൻ വേണ്ടി നടക്കുന്ന മുഖസ്തുതിക്കാരൻ്റെ പേരാണ് ടോഡീറ്റർ. ടർക്കിഷ് ബാത്ത് എന്ന് ചിലർക്ക് കേട്ടുണ്ടാകും, അത് കേട്ടുണ്ടാകും. അത് വെള്ളം കൊണ്ടുള്ള കുളിയല്ല, വെള്ളത്തിലുള്ള കുളിയല്ല, പിന്നെ ആവിയിലുള്ള കുളിക്കാണ് ടർക്കിഷ് ബാത്ത്. ഷുഗർ സോപ്പ് എന്ന് പറഞ്ഞാൽ ഷുഗറുമല്ല സോപ്പുമല്ല, പഞ്ചസാരയുമല്ല സോപ്പുമല്ല, പിന്നെന്താ? വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം കെമിക്കൽ മിക്സ്ചറാണത്, ഒരു രാസസംയോഗമാണ്. സേക്രഡ് കൗ എന്ന് പ്രയോഗിക്കാറുണ്ട്. അത് സാധാരണ കേൾക്കുന്നൊരു വാക്കാണ് സേക്രഡ് കൗ. വിശുദ്ധ പശു എന്നല്ല എൻ്റെ അർത്ഥം. വിമർശിക്കാൻ പാടില്ലാത്ത ആശയങ്ങളെയും സ്ഥാപനങ്ങളെയുമാണ് സേക്രഡ് കൗ. ചില സ്ഥാപനങ്ങളെ ഒന്നും വിമർശിച്ചുകൂടാ, ചില ആശയങ്ങളെ വിമർശിച്ചുകൂടാ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അത്തരം ആശയങ്ങളെയും സ്ഥാപനങ്ങളെയുമാണ് സേക്രഡ് കൗ. പാസ്മാൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? എല്ലാ പരീക്ഷയും ജയിക്കുന്നവനെന്നല്ല, മറിച്ച് പരീക്ഷയെ കഷ്ടിച്ച് കടന്നു കൂടുന്നവൻ, വരമ്പത്തിരുന്ന് അങ്ങോട്ട് ഉരുണ്ട് വീഴും. അങ്ങനെയുള്ള കക്ഷിയെയാണ് പാസ്മാൻ എന്ന് വിളിക്കുന്നത്. പിന്നെ മട്ടൺ ഹെഡ് നിങ്ങൾക്കറിയാം. മട്ടൺ ഹെഡ് ആടിൻ്റെ തലയല്ല, ആടിൻ്റെ തലയല്ലത്, പിന്നെന്താ? വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢിയാണ്, വെറും വിഡ്ഢിയാണ്. ബെല്ലി ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെയും പേരല്ല. ബെല്ലി ഗോഡ് എന്ന് പറഞ്ഞ ഗോഡല്ല, പിന്നെന്തുവാ? ശാപ്പാട്ട് രാമനാണ് കക്ഷി. ഭക്ഷണപ്രിയൻ, ഗ്ലട്ടണസ് മാൻ, ഭക്ഷണപ്രിയനെയാണ്, ശാപ്പാട്ട് രാമനെയാണ് ബെല്ലി ഗോഡ് എന്ന് പറയുന്നത്. ആൻ ലയൺ, ANTLION, ആൻ ലയൺ, ANTLION. ഇത് ഉറുമ്പുമല്ല സിംഹവുമല്ല. ആൻ ലയൺ എന്ന് പറഞ്ഞാൽ ഉറുമ്പുമല്ല സിംഹവുമല്ല, പിന്നാരാ?
നമ്മുടെ പാവം കുഴിയാനയാണ്. കുഴിയാന, നമ്മുടെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയുണ്ടല്ലോ, ഇന്ത്യപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ഈ മണി വലിയ ആന, ഒരു കുഴിയാന. ആ കുഴിയാന തന്നെയാണ് ആൻലയൺ. ഞാനിപ്പോൾ പറഞ്ഞ ഈ പ്രയോഗങ്ങൾ, ഈ ഹിഡൻ മീനിങ് ഉള്ള പ്രയോഗങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കും ഇംഗ്ലീഷ് അറിയാവുന്ന നടിച്ചു നടക്കുന്ന ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രയോഗങ്ങളായതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഇത്രയും വേർഡ്സ് ഞാനിപ്പം സെലക്ട് ചെയ്തെടുത്തത്. പക്ഷേ ഇത്രയല്ല, ഇനി നമുക്ക് 1-2 വീഡിയോ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, വളരെ ബ്രീഫായിട്ട് ഈ 10-25 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഒരു ക്ലാരിറ്റി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ്. ശ്രദ്ധാപൂർവം എൻ്റെ വീഡിയോ കേട്ട ആളുകൾക്കെല്ലാം നന്ദി.